ചേരുകയാണ്. ശ്രീ എം കെ ഹരിദാസ്, ശരിക്കും ഒരു വിലാപമാണ് ഇന്ന് മല്ലികാർജുൻ ഖർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അജയ് മാക്കനും കെ.സി. വേണുഗോപാലും ഒക്കെ നടത്തിയ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു AICC ആസ്ഥാനത്ത്, ഇവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേട്ടത്. ഇത് ശരിക്കും രാഹുൽ ഗാന്ധി പറയുമ്പോൾ തന്നെ വ്യക്തമാണല്ലോ, ഈ വിമാന ടിക്കറ്റിന്റെ കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ട്രെയിൻ ടിക്കറ്റ് എടുക്കുവാൻ പോലും പണം നൽകുവാൻ കഴിയുന്നില്ല എന്ന്. എന്തൊരു ഗതികേടിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വന്ന് എത്തിയിരിക്കുന്നത്. ഇത് കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണെന്നല്ല, അവർ പറയുന്നത് അക്കൗണ്ടുകളെല്ലാം ആരോപിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ, ഒരു 3 മാസം മുമ്പ് ഈ BJPയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ മോദി പറഞ്ഞിട്ടുള്ളൊരു വാചകം എടുത്തു പറഞ്ഞിട്ട് വേണം ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഇന്ത്യയിലെ ദുർബലമായ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി കണ്ടിട്ട് അങ്ങേയറ്റം ദയനീയത തോന്നുന്നു. നല്ലൊരു പ്രതിപക്ഷമില്ലെങ്കിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റില്ലെന്ന നെഹ്റുവിൻ്റെ വാചകം ഞാനിവിടെ ആവർത്തിക്കുന്നു. അപ്പോൾ നല്ലൊരു പ്രതിപക്ഷത്തിന് ആ പ്രതിപക്ഷത്തിൻ്റെതായ രീതിയിൽ പ്രവർത്തന സജ്ജമായി പ്രവർത്തിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഇത്രയൊക്കെ ക്രൂരത കാണിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതിനു മുമ്പ് ഇതിൽ തമാശയായിട്ടുള്ള കുറച്ച് സംഗതികൾ, ഈ മഞ്ജുഷ, ഈ രാഹുലിൻ്റെ വിലാപം പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാൻ എന്നെപ്പോലുള്ളൊരു സാമൂഹ്യ നിരീക്ഷകന് സാധിക്കില്ല കേട്ടാ. കാരണം ഈ EDO അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ ഇപ്പോൾ CC ചെയ്തിട്ടുള്ള തുക മാത്രമേ കോൺഗ്രസിൻ്റെ കയ്യിലുള്ളൂ എന്നുള്ളൊരു വാദമുഖത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊടകര വഴി കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തിയിട്ടുള്ള 3 കോടി ഈ BJP എന്ന് പറയുന്ന പാർട്ടി കണക്കിൽ കാണിച്ച പണമാണോ? അല്ല. അപ്പോൾ അത് BJP കാണിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസിന്റെ കയ്യിലും അവർ ഈ കാണിക്കുന്ന പണത്തിനപ്പുറമുള്ളൊരു പണത്തിന്റെ സ്രോതസ് ഉണ്ടാവാതിരിക്കില്ല. കാരണം ഒരു 50 വർഷത്തോളം ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മുഴുവൻ പൈസയും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് സത്യസന്ധമായിട്ടാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റും. 285 കോടിയുടെ കണക്കാണ്. 285 കോടിയുടെ കണക്ക്, അതായത് 11 അക്കൗണ്ടുകളിലായിട്ട് 4 ബാങ്കുകളിലുള്ളത്. ഇതിൽ ഒരു പൈസ പോലും എടുക്കുവാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ തന്നെ ഒരു 115 കോടി രൂപ ഇൻകം ടാക്സ് പിഴ എന്ന രീതിയിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ബാങ്കുകളിൽ നേരിട്ട് ചെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരെ കണ്ട് അങ്ങനെ ആ 115 കോടി രൂപ വിഡ്രോ ചെയ്തു. അത് ഇൻകം ടാക്സ് അക്കൗണ്ടിലേക്ക് ചേർക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ലീൻ മാർക്ക് ചെയ്ത അക്കൗണ്ടുകളുമുണ്ട്. 210 കോടിയുടെ അക്കൗണ്ട് ലീൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്, തൊടാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ പിഴ എന്ന രീതിയിൽ 106% പിഴ പോലും കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിൽ മേൽ ചുമത്തിയിട്ടുണ്ട്. ഒരു പരമാവധി മാത്രം പിഴ ഒരു 10,000 രൂപ നൽകേണ്ട സ്ഥലത്താണ് ഇങ്ങനെ 115 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്ത്, അതെല്ലാം ഈ പിഴയായിട്ടാണല്ലോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത്. താങ്കൾ പറയുന്നത് മുഴുവൻ വിശ്വാസത്തിൽ എടുക്കേണ്ട എന്ന് അല്ലേ? നയാ പൈസ ഇല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് അല്ലേ? അതൊന്നും വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. ഞാൻ അതിനൊരു ചെറിയ ഒരു 15 സെക്കൻഡിൽ ഞാനൊരു സംഭവം പറയാം. നരസിംഹറാവു ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ 1000ന്റെ നോട്ട് നിരോധിക്കാൻ ഒരു തീരുമാനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിച്ചു അത്രേ. അപ്പൊ കേരളത്തിലെ സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് അദ്ദേഹം ഇതുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷന് വേണ്ടി നിയോഗിച്ചത്. അപ്പൊ ഈ കേരളത്തിന്റെ ഈ സമുന്നതനായ നേതാവ് ഉപദേശിച്ചു അത്ര അദ്ദേഹത്തെ. ഇത് അന്ന് തമാശയായിട്ടും പാതി കാര്യമായിട്ടും ആ കാലത്ത് പ്രചരിച്ചിരുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ഇതാണത്രേ, അങ്ങനെ നിരോധിച്ചു കഴിഞ്ഞാൽ ഞാനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഗതി അങ്ങേയറ്റം പരിതാപകരമായിരിക്കും, നമ്മുടെ പാർട്ടിയും അങ്ങേയറ്റം പരിതാപകരമായ സ്ഥിതിയിലേക്ക് പോയിരിക്കും. കാരണം ഇന്ത്യയിൽ അന്ന് നിലവിലുള്ള 1000ന്റെ നോട്ടിൽ പകുതിയിലേറെ നമ്മുടെയൊക്കെ കയ്യിലും നമ്മുടെ പാർട്ടിയുടെ കയ്യിലുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കതിനൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട. കാരണം ആ കാലത്ത് നടത്തിയിട്ടുള്ള ഒരു തമാശ പ്രയോഗമായിട്ടോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ആണെന്ന് തന്നെ കരുതിയാൽ തന്നെ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ബോധിപ്പിക്കേണ്ട പണം മാത്രമേ കോൺഗ്രസിന്റെ കയ്യിലുള്ളൂ എന്നുള്ള കാര്യത്തിലൊന്നും നമ്മളെ പോലുള്ളവർക്കൊന്നും വിശ്വാസമില്ല മഞ്ജുഷ. അതിപ്പോൾ ഈ സന്ദർഭത്തിനനുസരിച്ചിട്ട് കൃത്യമായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ കോൺഗ്രസ് വിലപിക്കാൻ വേണ്ടിയിട്ടൊരു വിലപിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് BJP. ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം. ആ പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെയാണ് ഇത്തരത്തിൽ BJP ഈ കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. 370 സീറ്റുകൾ നേടുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഒരു പടപ്പുറപ്പാടും നടത്തിയവരെ ഈ 2 സംസ്ഥാനത്ത് മാത്രം ഭരണമുള്ള ഒരു കോൺഗ്രസിനെ എന്തിനെയാണ് ഇങ്ങനെ പേടിക്കുന്നത്? അപ്പോൾ കോൺഗ്രസ് പറയുന്നതിലും രാഹുൽ ഗാന്ധി പറയുന്നതിലും കോൺഗ്രസിലെ കേരളത്തിലെ
നേതാക്കൾ പറയുന്നതിലും സത്യമുണ്ട്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും BJPക്ക് പേടിയാണ് എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണമാണ് അവരെ സാമ്പത്തികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പൂട്ട് സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന ശൈലിയെ മന്ദീഭവിപ്പിച്ചുകൊണ്ട് വോട്ട് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, ഞാൻ ശങ്കുട്ടി ദാസിലേക്ക് പോവുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ബാക്കി രണ്ടുപേരിലൂടെ പോയതിനു ശേഷം താങ്കളിലേക്ക് വരാം. ശ്രീ